എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലോണം വരട്ടി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനെ വരട്ട് മാങ്ങ എന്ന് പറയും, അതുപോലെ തന്നെ ഉലുവ മാങ്ങ എന്ന് പറയും. ഒരു രക്ഷയില്ല, അത്രയും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ അതായത് ചാനൽ തുടങ്ങിയ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അധികം ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര സ്വാദാണ്. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഈ ഒരു വരട്ട് മാങ്ങയും കുറച്ച് തൈരും ചോറും കൂടിയും കൊടുത്താൽ വേറെ ഒന്നും വേണ്ട, സുഭിക്ഷമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വരട്ട് മാങ്ങ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 3 മൂവാണ്ട മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ ഖനയുള്ളൂ കേട്ടോ, നല്ല കനം കുറഞ്ഞു അരിയരുത്, നല്ലോണം ഖനത്തിൽ അരിയരുത്. ഈ പരുവത്തിൽ ഈ ഒരു ഖനത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അരിയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അരിയണം എന്നില്ല, ഇങ്ങനെയാണ് സാധാരണ ഞങ്ങൾ ചെയ്യാറ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കഷ്ണങ്ങളുടെ വലിപ്പം കുറയ്ക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഖനം കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് നല്ല മൂത്ത മാങ്ങ കൊണ്ട് ചെയ്യുകയാണ് ഏറ്റവും സ്വാദ് കൂടുതൽ. അങ്ങനെ ചെനഞ്ഞ മാങ്ങ കിട്ടുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, ഉടയാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാറുകളൊക്കെ സാധാരണ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതല്ലേ, നമ്മൾ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നതിനൊക്കെ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ഉലുവ ചേർക്കാം കേട്ടോ. ഉലുവയുടെ മണം നന്നായി നിൽക്കും ഈ ഒരു വരട്ട് മാങ്ങയ്ക്ക്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് സാധാരണ ചേർക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കാം. നമ്മൾ എത്രത്തോളം നന്നായി വരട്ടി വെക്കുന്നു, എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്ന രീതിയിൽ എടുത്ത് വെക്കുന്നു വെച്ചാൽ അത്രയും അത് ഇരുന്നോളും, ഒരു കേടും വരില്ല കേട്ടോ. പൂക്ക് അല്ലെങ്കിൽ അതിന് സ്വാദ് വ്യത്യാസം വരെ ഒന്നും ചെയ്യില്ല. അങ്ങനെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് നമുക്ക് മാങ്ങ അതിലേക്ക് കൊട്ടി കൊടുക്കാം. മാങ്ങ കൊട്ടിയതിന് ശേഷം മെല്ലെ ഇളക്കി കൊടുക്കുക. മാങ്ങയുടെ വേവ് ആദ്യം വേണം കേട്ടോ, കാരണം മാങ്ങ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടിയും അതെല്ലാം ചേർക്കുള്ളൂ. അപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെന്തതിനൊക്കെ ശേഷം മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മാങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ എണ്ണമാങ്ങയുടെ റെസിപ്പി ഇതിന് മുൻപ് ഉണ്ടാക്കിയിരുന്നു. എണ്ണമാങ്ങ ഉണ്ടാക്കുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്വാദിലും തന്നെ അതുപോലെ ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ നല്ല വ്യത്യാസമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെ വരട്ടിയിട്ട് തന്നെയല്ലേ മാങ്ങകളൊക്കെ സൂക്ഷിച്ച് വെക്കുക, അല്ലാതെ ഉണക്കിയിട്ട് വരട്ടിയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ സൂക്ഷിച്ച് വെക്കാറ്, അല്ലാതെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്തെ പോലെ. ഇങ്ങനെയൊക്കെയുള്ള പഴയ കാലത്തെ റെസിപ്പികളൊക്കെ അറിയുന്നവർ തന്നെ വളരെ കുറവാണ്, വീട്ടിലൊക്കെ തയ്യാറാക്കുന്നവരും കുറവാണ്. ഈ സമയത്ത് ഞാൻ മാങ്ങയൊക്കെ വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായ കട്ടയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് പൊടിച്ച് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടിയും ചേർത്ത് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ടിപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചെനഞ്ഞ മാങ്ങയാണെങ്കിൽ ഇതുപോലെ ഉടയില്ല കേട്ടോ. അപ്പോൾ ചെനയാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മാങ്ങ ഉടഞ്ഞു പോയത്. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതൊക്കെ കുറയ്ക്കാൻ വേണമെങ്കിൽ. ഞാനിപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. സാധാരണ അച്ചാറുകളൊക്കെ കുറച്ച് എരിവുണ്ടാവണമല്ലോ, എന്നാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ വറക്കുന്ന സമയത്തും ഞാൻ ചേർത്തിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ വറക്കുന്ന സമയത്ത് ചേർക്കാത്തവർ ഈ സമയത്ത് 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി ഇവിടെ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അതായത് നമ്മൾ വരട്ടി എടുക്കുകയാണല്ലോ. ഇനി മുളകെല്ലാം എല്ലാ ഭാഗങ്ങളിലും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. കാണുമ്പോൾ കുറച്ച് എണ്ണ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന റെസിപ്പികളല്ലേ, അപ്പോൾ കുറച്ച് എണ്ണയിലൊക്കെ തന്നെ ചെയ്യണം, എന്നാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ചുകൂടി ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടേ നമ്മൾ വരട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ പാകമാണോ നോക്കാം. ഏകദേശം 2 മിനിറ്റ് ഞാൻ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് ഏകദേശം ഒരു 1.25-2 ടീസ്പൂൺ വരെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് മധുരമായിട്ടുള്ള ഒരു അച്ചാറായിട്ടാണ്, കാരണം ചെനഞ്ഞ മാങ്ങയും കൊണ്ടാണല്ലോ ഇത് തയ്യാറാക്കുക സാധാരണ. അപ്പോൾ ആ ചെനഞ്ഞ മാങ്ങയ്ക്കുള്ളൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ ആ മധുരം ഇറങ്ങിയാലാണ് സ്വാദ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ അത്ര ചെനഞ്ഞാത്ത മാങ്ങ എടുത്തിട്ടുള്ളതുകൊണ്ട് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ ആ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരപ്പൊടി ഇട്ടതാണ് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് ചേർക്കണമെന്നില്ല.
അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങ ചെനഞ്ഞതാണെങ്കിൽ നമുക്ക് ശർക്കരപ്പൊടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കണ്ടോ വരട്ടി എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് ആ മുളക് പൊടിയെല്ലാം മൂത്ത് വരട്ടി കിട്ടണം, എന്നാലാണ് കേട് വരാതെ ഇരിക്കുള്ളൂ. ഇനി ഇതിനും നന്നായിട്ട് നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളറിലായിട്ടും വരട്ടിയെടുക്കാം. അത്ര തന്നെ ഞാൻ വരട്ടുന്നില്ല. അത്യാവശ്യം അതിൻ്റെ പച്ചമണെല്ലാം മാറി ഇതുപോലെ എണ്ണ ഇങ്ങനെ നാല് പുറത്തൊന്നും തെളിഞ്ഞ് വരുന്ന രീതിയിലാവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളറെല്ലാം മാറി, അതായത് നമുക്ക് ലേശം എടുത്ത് കഴിച്ച് നോക്കിയാൽ അറിയാം പച്ചച്ചൊവ എല്ലാം മാറണം, നന്നായിട്ട് നല്ലൊരു വരട്ടിയിട്ടുള്ള ഒരു ടേസ്റ്റ് അതിന് വരണം. ഇപ്പം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ആറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. പുറത്താണെങ്കിൽ കുറച്ച് എണ്ണത്തുണി ചൂട് എണ്ണയിലിട്ടിട്ടുള്ള തുണി ഒന്ന് മുകളിൽ അമർത്തി കൊടുത്തിട്ട് വെക്കാം. ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലൊക്കെ വെക്കാം. അതെല്ലാം ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുത്തതിന് ശേഷം ബൗളുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. കുപ്പികളിലോ ഗ്ലാസ് ബൗളുകളിലൊക്കെ ആക്കി നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. എണ്ണ എപ്പോഴും കുറച്ചൊന്ന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗത്തുള്ളതിന് സ്വാദ് വ്യത്യാസം വരാം. ഇപ്പം നമ്മളുടെ വരട്ട് മാങ്ങ അല്ലെങ്കിൽ ഉലുവ മാങ്ങ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള എണ്ണമാങ്ങയുടെയും അച്ചാറുകളുടെയൊക്കെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നല്ല നല്ല അഭിപ്രായങ്ങൾ, നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. Thank you.